ഹലോ, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചു. അടിക്കലും വാരലും മോറലും കഴുകലും തിരുമ്പലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതാ ഞാൻ മത്തനുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. 2 ദിവസം മുന്നേ കറി വെച്ച ബാക്കിയേനി. അപ്പോൾ തക്കാളി മുറിച്ച് വെച്ചതുകൊണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിനി. അതൊക്കെ പാടെടുത്തിട്ട് ഒരു കറി അങ്ങോട്ട് വെക്കാൻ വിചാരിച്ചു. അപ്പം മത്തൻ്റെ കഷ്ണം എടുത്താണ് നമുക്ക് മുളകിട്ടൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതാ പച്ചമുളക് എടുക്കുകയാണ് കേട്ടോ. നല്ല ഉണ്ട മുളകുണ്ട്, നല്ല എരിയുള്ള. അപ്പം മത്തനും തക്കാളി ഇനി പച്ചമുളക് തിന്ന് നല്ല ഉണ്ട മുളക് എടുത്താണ്ട് അതും എടുത്തിട്ട് നമുക്ക് കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഇങ്ങോട്ട് തയ്യാറാക്കിയെടുക്കുക. എല്ലാ പരിപാടികളും കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. മീനൊക്കെ അവിടെ മുറിച്ച് വെച്ച് കഴുകി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ മുളകൊക്കെ എടുത്ത് അതുപോലെ തന്നെ മൂടി വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അടുക്കളയിലെത്തിയതാണ്. ഞാൻ ആദ്യം മീൻ കായം കൂട്ടി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് മീനിത കായം കൂട്ടാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, എന്നിട്ട് ഞാൻ കായം കൂട്ടി വെച്ചതിക്കതാ ഞാൻ കഴുകി വെച്ച മീനിത് ഓരോന്നോരോന്ന് ഇങ്ങനെ കായം പുരട്ടിയെടുക്കുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ മീൻ മസാലയൊക്കെ കൂട്ടി വെക്കണതിന് പറയല് കായം തേച്ച് പിടിപ്പിച്ചെടുക്കുക, കായം പുരട്ടിയെടുക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിരിച്ചാൻ ചിലപ്പം വരുന്നുണ്ടാവില്ലേ. പുറത്തെ ആൾക്കാർക്കൊക്കെ ഭാഷയൊക്കെ നല്ല ഭാഷയിലൊക്കെ സംസാരിക്കണവരുണ്ടാവില്ല. നമ്മൾ ഈ മലപ്പുറക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പറയാ. ഇജ്ജി കജ്ജി പജ്ജി തൂക്കി എണ്ണി പുരട്ടിയെടുക്കുക, തേച്ചെടുക്കുക, പുരട്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരിക്കാർ അങ്ങനെയൊക്കെ തന്നെ നമ്മളോട് പറയാനും കഴിയുള്ളൂ കേട്ടോ. അപ്പം മീനൊക്കെ ഞാനതിങ്ങനെ ഓരോന്നോരോന്നിട്ട് കായം തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി കായം തേച്ച് പിടിപ്പിച്ചെടുത്തിട്ട് വേണം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. അതൊക്കെ ഒന്ന് അയിമേൽ പിടിച്ചിട്ട് വേണം. ഞാൻ അപ്പത്തിന് മത്തനൊക്കെ തന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, മത്തൻ്റെ കഷ്ണം അതൊക്കെ എടുത്താണ് നമുക്കൊരു കറി വെക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കണം മക്കളെ. അപ്പോൾ ആ മീനൊക്കെ ഞാൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ച് നമ്മൾ മത്തനൊക്കെ ഒന്ന് ചെത്തി ആ കുക്കർക്ക് വെക്കണ വരെ നമുക്കിതൊക്കെ ഒന്ന് അവിടെ കായം പിടിച്ചോട്ടെ, നല്ല മീൻ ടേസ്റ്റും ഇതൊക്കെ ഒന്ന് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ മൂടി വെച്ചാണ്ട് ആ ടരുവൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഈ മത്തങ്ങാണ്ട് എടുത്താണ്ട് ഞാൻ ചെത്തി ഒന്നാക്കിയാണ്ട് അത് വെട്ടി നുറുക്കിയാണ്ട് കുക്കർക്കാണ്ട് ഇട്ട് കൊടുത്താൽ ഈ മത്തനൊക്കെ കറി വെക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ചെത്തുമ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണല്ലോ. ചെറുപ്പത്തിലൊക്കെ ഈ മത്തൻ്റെ കുരിയൊക്കെ ഉണ്ടാവുമല്ലോ. ചെറുപ്പത്തിലൊക്കെ മത്തനൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നെടുമ്പര എന്നൊക്കെ പറയട്ടോ, വിറക് പെര എന്നൊക്കെ പറയില്ല. അന്നൊക്കെ ഞങ്ങൾ നെടുമ്പര എന്നൊക്കെ പറയട്ടോ. വിറക് പെരക്ക് പറയുന്ന പേരാണ് നെടുമ്പര. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പറയലേ. ഇനി അതായത് ഇപ്പോഴത്തെ നമ്മളെ വിറകുപുര. അന്നൊക്കെ 4 ഭാഗത്തും കല്ല് ഒന്ന് ചെറിയൊരു തടം കെട്ടിക്കാണ്ട് കാലൊക്കെ വെച്ച് കെട്ടിയാണ്ട് ഓലൊക്കെ മേഞ്ഞിട്ട് വയ്ക്കാറില്ല വിറക് പുര. ഇന്നത്തെ മാതിരി ഷീറ്റൊന്നും ഇട്ടാണ്ടല്ലോ. ഇന്നിപ്പോൾ ഏതും മോഡലാണല്ലോ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ മത്തനൊക്കെ ഉണ്ടായിട്ട് വിറക് പുരമ്മ കൂടെ ഒക്കെ പോയിട്ട് മത്തനങ്ങളിപ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അന്നൊക്കെ അങ്ങനെയില്ല. എത്രങ്ങാനും മത്തം ഉണ്ടാവും ഓരോ വിറക് പുരൻ്റെ നിറു കൂടെ ഒക്കെ വള്ളിയായിട്ട് അങ്ങനെ പറിച്ചും വാണ്ടികൾക്കൊക്കെ കൊടുക്കും. നമുക്ക് ചക്കര മത്തനും അങ്ങനെ മത്തനും വിത്തിന് വെക്കും. ഇങ്ങനെയൊക്കെ ഇനി മത്തനൊക്കെ ഇങ്ങനെ ചെത്തുന്ന സമയത്ത് ചെറിയ കുട്ടിക്കാലൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ചക്കര മത്തനൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിച്ചും. ചിലപ്പോൾ അയൽവാസികളുണ്ടാവും, കുടുംബക്കാരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടൊക്കെ ഈ കാരം ഉണ്ടാക്കിയാണ്ട് കഴിക്കുക. നല്ല രസമാണല്ലേ അതൊക്കെ. അങ്ങനെ ഈ മത്തനിലെ ഈ കുരുവൊക്കെ ഉണ്ടല്ലോ, ഈ കുരുവൊക്കെ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഉണങ്ങിയിട്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഉണങ്ങൊന്നും വേണ്ട. പിന്നെ കുറച്ച് ദിവസത്തെ കഴിഞ്ഞിട്ട് ചക്കര മത്തനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പൊത്ത മത്തനേക്കാരല്ല. അപ്പോൾ ആ കുരുവൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അരിമണിയിലിട്ടൊക്കെ വറുത്തിട്ട് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നല്ല രസമല്ലേ. അങ്ങനെയൊക്കെ ചൂടോടുക്കനൊക്കെ തിന്നുമ്പോൾ നല്ല രസമാണല്ലോ. അതൊക്കെ കേട്ടോ ഓർമ്മ വരുന്നത്. അങ്ങനെയൊക്കെ ഒരു കാലം കേട്ടോ. എന്തായാലും ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു കാലം. ആ കാലമൊന്നും ഇനി തിരിച്ചു വരൂലല്ലോ അല്ലേ. അതൊക്കെ ഇനി ഒരു ഓർമ്മ മാത്രം എന്നും നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. അങ്ങനെ കഥ പറയണതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മത്തനൊക്കെ ഒന്ന് നുറുക്കിയെടുത്ത് കേക്ക് നന്നാക്കി ഞാനിതാ അതിന് കുക്കർക്ക് ഇട്ട് കൊടുത്താണ് 2 വിസിലടുപ്പിച്ചാൽ നമ്മളെ മത്തനെ അവിടെ വെന്ത് കിട്ടുമല്ലോ. ബാക്കി പിന്നെ തൂമിച്ചാനൊക്കെ അല്ലേ. തൂമിച്ചാന്ന് പറയുമ്പം വറവിടാ താളിച്ചാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ തക്കാളി ഇനിയിപ്പോൾ അരിഞ്ഞേക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ ഞാൻ അരിഞ്ഞ് വെച്ച ബാക്കിയുള്ള തക്കാളി ഇനി അത് ഫ്രിഡ്ജിക്കാണ് വെച്ചിന്. എന്ത് ബാക്കി ഉണ്ടായാലും ഇപ്പോൾ ബേജാറില്ലല്ലോ. അതാ ഫ്രിഡ്ജിക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ലല്ലോ. അപ്പോൾ ആ തക്കാളി ഞാൻ ഇനി അതിക്കിട്ട് കൊടുത്താണ്. ആ മുളക് 2-3 എണ്ണം അതും അരിഞ്ഞാണ്ട് അതിക്കിട്ട് കൊടുത്താണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇട്ട് കൊടുത്താണ്ടേ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയണം. മത്തൻ കറിയൊക്കെ ഇപ്പം ഉണ്ടാക്കാൻ അറിയാത്ത പോലെ ആരും ഉണ്ടാവില്ലല്ലേ.
അപ്പോൾ ഞാൻ 4 പച്ചമുളക് എടുത്തിന്. അപ്പോൾ 3 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തു. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, നല്ല ഉണ്ട മുളക്. പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. എന്നിട്ട് എന്താ പറയുക, പിന്നെ ഒരു കറി, ഒരു രസം, കാണാനൊരു ചോർക്ക് കിട്ടണമെങ്കിൽ കുറച്ച് മുളകും പൊടി ഒന്ന് പാകി കൊടുക്കണം. അപ്പോൾ ഞാൻ 3 പച്ചമുളക് ഇട്ട് കൊടുത്താണ്ട് കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്താണ്ട് ഞാൻ വെള്ളം പാർന്ന് കൊടുത്താണ്ടേ കുക്കർ അവിടെ മൂടിയാണ്ട് ഞാൻ അടുപ്പത്തേക്കാണ്ട് വെക്കട്ടിട്ട്. അടുപ്പ് എന്ന് പറയുമ്പം ഗ്യാസ് നമുക്ക് കിട്ടോ. ഇനിയിപ്പോൾ അടുപ്പിൽ തിരിച്ച് മൂട്ടി പിടിപ്പിച്ചാനൊന്നും ആവില്ല. രാവിലെ ചോറൊക്കെ ഉണ്ടാക്കിയാണ്ട് അടുപ്പിൽ തിരിച്ചൊക്കെ ഇപ്പോൾ കിട്ടും. ഇനിയിപ്പോൾ അയച്ചങ്ങനെ ഉണ്ടാക്കണ്ടായില്ല. വേറെ എളുപ്പമാണല്ലോ ഇപ്പോൾ ഗ്യാസ് വെക്കാൻ. ഇല്ല, ഞാൻ പിന്നെ തിരിച്ച് മൂട്ടി പിടിപ്പിച്ചുണ്ടാക്കും ചെയ്യും. ഏതായാലും ഞാൻ ആ ഗ്യാസ് മക്കാണ്ട് വെക്കട്ടെ. അപ്പം ഞാൻ ഗ്യാസ് മക്കാണ്ട് വെച്ചിട്ട് കേട്ടോ കുക്കർ 2 വിസിലടിച്ചാൽ മതിയല്ലോ, വെന്ത് കിട്ടുമല്ലോ പെട്ടെന്ന് തന്നെ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കായം തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ മീനുണ്ടല്ലോ, അതൊക്കെ ഇനി പൊരിച്ചെടുക്കട്ടെ. അതൊക്കെ മസാലയൊക്കെ അത്യാവശ്യത്തിനൊക്കെ കൈമൽ പൊടിച്ചിട്ടുണ്ടാവും. അതൊക്കെ മതി, നമുക്ക് തിന്നാൻ തന്നെയല്ലേ. അങ്ങനെ മീൻ പൊരിച്ചാനുള്ള ചട്ടി അടുപ്പത്ത് കട വെച്ചാണ്ട് അതിക്ക് എണ്ണ കട ഒഴിച്ചു കൊടുത്ത് ഞാൻ ചൂടാട്ടെ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ പോയാണ്ട് കോളിഫ്ലവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ കൊടുത്ത് വെച്ചു അതിൻ്റെ ഇടയിൽ കൂടെ പോയാണ്ട്. പിന്നെ ഈ എണ്ണ പാറ കൊടുത്താണ് മീനെ ഇക്കാട് വെച്ചു കൊടുത്താൽ പിന്നെ ഇതാണ് റെഡിയാക്കല്ലോ എന്നും വിചാരിച്ചാണ്ട് കോളിഫ്ലവർ നമുക്ക് ഇനി എണ്ണയിലിട്ടാണ് പൊരിച്ചെടുക്കുക. കറി വെച്ചാലും പിന്നെ ഉപ്പേരി വെച്ചാലും പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്കും വരും, ഓൾക്കൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിന് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട്. ഞാൻ പറഞ്ഞില്ല, ഫ്രിഡ്ജിൽ ഏത് സാധനം വെച്ചാലും കേടരൂലല്ലോ. നമുക്ക് വേണമെങ്കിൽ എപ്പോഴാ സമയത്ത് എടുത്താണ് അങ്ങനെ എന്താ വേണ്ടത് ചെയ്യല്ലോ. അപ്പോൾ അതാ മീനൊക്കെ പൊരിച്ചാൽ വേണ്ടി ഞാൻ ചട്ടിക്കാണ്ട് കൊടുത്താണ്ട് അതാണ് മൂടി വെക്കട്ടെ. മറ്റേത് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഗ്യാസുമ്മൊക്കെ ഇങ്ങനെ തെറിച്ചുകൊണ്ട് നിൽക്കും. ഒരു മൂടി വെച്ചാൽ പിന്നെ എണ്ണ ഗ്യാസുമ്മൊക്കെ തെറിച്ചൂലല്ലോ. ഇനിയിപ്പോൾ ഈ കോളിഫ്ലവറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. നല്ല വെളിച്ചം അങ്ങനെ ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വന്നിട്ടേ ക്യാമറയിൽ ക്ലിയർ ആയി കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കുക്കറിൽ വെച്ചിന് മത്തനൊക്കെ അതാ വിസിലടിച്ചിന്. ഇനിയിപ്പോൾ 2 വിസിലടിച്ചണം. 1 വിസിലടിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ 1 വിസിലൂടി അടിച്ചിട്ട് വേണം അത് ഓഫാക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ കോളിഫ്ലവറൊക്കെ ഒന്ന് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. വലിയ ഓരോ കഷ്ണങ്ങൾ വലിയ കഷ്ണമാകുമ്പോൾ ഓരോ ഇതളുണ്ടാവുമല്ലോ, അതിൻ്റെ ഓരോ ഇതൾ വലിയതാക്കി തന്നെ ഞാനൊന്നുകൊണ്ട് എടുത്തേക്കാൻ. ചെറിയ കഷ്ണമാക്കി അരിഞ്ഞെടുക്കണമൊന്നുമില്ല കേട്ടോ. വലിയ കഷ്ണമാക്കി എടുത്താൽ എന്താ പറയുക, കോൺഫ്ലവറും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ടാണ്ട് നല്ലോണം കായം തേച്ച് പിടിപ്പിച്ചെടുത്താണ്ട് എണ്ണയിലിട്ടാണ്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുക്കുന്നത്. അപ്പോഴത്തേന് ഇതാ നമ്മളെ കുക്കറിൽ വെച്ചിന് മത്തൻ കറിയൊക്കെ ഇവിടെ റെഡി ആയി. ഇനി അതൊന്ന് വറവിട്ടെടുക്കണം. കടകും കറിവേപ്പിൻ്റെലും പച്ചമുളകൊക്കെ ഇട്ടാണ്ട്. അപ്പോഴത്തേന് നമ്മളെ മീൻ ഒരു ഭാഗമൊക്കെ ഇവിടെ വെന്തിട്ടീന് കേട്ടോ. പത്തിച്ചട്ട് ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിന്ന് കുറച്ച് നേരം കഴിയട്ടെ ഒന്ന് മറിച്ചിടണമെങ്കിൽ, എന്നാൽ പെട്ടെന്ന് കിട്ടിക്കോളും വിചാരിച്ചാണ്ട് അതവിടെ മൂടി വെച്ചിന്. അപ്പോൾ നമ്മളെ കോളിഫ്ലവറൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിനല്ലോ. ഇനി ഇതിക്ക് ഞാൻ ലേശം ചൂടുവെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിന്, കറണ്ട് അടുപ്പുമ്പോൾ അത് ചൂടായിട്ട് ഇതിക്കാണ്ട് ഒഴിച്ച് കൊടുക്കണം. ചില കോളിഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ പൊയ്ക്കളുണ്ടാവും എന്നൊക്കെ പറയണേ. അപ്പോൾ ഇതേപോലെ ചൂടുവെള്ളത്തിലിട്ട് കൊടുത്താൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും എന്നൊക്കെ പറഞ്ഞേക്കല്ലേ. ഞാൻ കോളിഫ്ലവർ കൊണ്ടുവന്നിടത്തോളം ഇതേപോലെ ഞാൻ ചൂടുവെള്ളത്തിലാക്കി വെക്കലുണ്ട് കേട്ടോ. ഞാനിതുവരെ അതിൽ പുഴുക്കളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എന്നാലും നമുക്കൊരു സമാധാനത്തിന് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാനിതാ ഇനി മീനൊക്കെ ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ മീനിൻ്റെ മറ്റേ ഭാഗം ഒന്നും കൂടി വെന്ത് കിട്ടണ്ട, ഒന്ന് പൊരിഞ്ഞ് കിട്ടണമല്ലോ. അങ്ങനെ മീനൊന്നും അവിടെ മറിച്ചിട്ട് കൊടുത്താണ്ട് ഒന്നും കൂടി അടുപ്പത്തേക്കാണ്ട് മറ്റേ ഭാഗം പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് വെച്ചിന് കേട്ടോ. ഞാൻ കോളിഫ്ലവർ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ, മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത്, ഇനി കോൺഫ്ലവർ പൊടി കുറച്ചിട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇട്ടാണ്ട് കുറച്ച് ഓയിലും പറഞ്ഞുകൊണ്ട് നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചാണ്ട് അങ്ങോട്ട് എണ്ണയിലിട്ടാണ്ട് പൊരിച്ചാൽ നമ്മളെ കോളിഫ്ലവർ പൊരിയും അവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ അതാ ഞാൻ കോളിഫ്ലവർ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ അതാ കോളിഫ്ലവർ പൊരിച്ചാൽ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചാണ് ഞാൻ അതിക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കോളിഫ്ലവർ ആയിക്കിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടാലിപ്പോൾ കോഴി പൊരിച്ചെടുക്കണം മാതിരിയൊക്കെ തോന്നൂലേ. കോഴി കഷ്ണത്തിൻ്റെ അത്ര വലിപ്പമുണ്ടല്ലോ ഓരോ പീസ്. അതിന് ഇതേപോലെ വലിയ പീസാക്കി ഞാൻ മുറിച്ചെടുത്താണ്ട് പിന്നെ മസാലയൊക്കെ നിങ്ങൾ കണ്ണിൽ തേച്ച് പിടിപ്പിച്ചെടുക്കണത്. അതുപോലെ മസാല ഒക്കെ എടുത്താണ്ട് കോഴിക്ക് എങ്ങനെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചെടുക്കണം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ മസാല തേച്ച് പിടിപ്പിച്ചെടുത്തത്. എന്നിട്ട് പോലെയൊക്കെ പൊരിച്ചെടുത്താൽ തിന്നുന്ന സമയത്ത് കോഴിൻ്റെ ആ ചുവ ഉണ്ടാവില്ല എന്നുള്ളൂ. ചിലർക്ക് ഇതിൻ്റെ ചുവ ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പലർക്കും പല മോഡലിക്കാറില്ല അല്ലേ. അപ്പോൾ ആ കോളിഫ്ലവർ ഞാൻ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തന്നെ കുറച്ച് സമയമൊക്കെ ഒന്നങ്ങോട്ട് വേവാനും വേണ്ടി വരും കേട്ടോ. കോളിഫ്ലവർ അല്ല പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല.
അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചാണ് ഇനിയിപ്പോൾ നമ്മളെ മത്തനുണ്ടല്ലോ അതൊന്ന് വറവിട്ടെടുക്കട്ടെ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്ട് അതിലേക്ക് ഞാൻ കടകും കരിവേപ്പിൻ്റെ ഇലയും മുളകൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഒന്നങ്ങോട്ട് റെഡിയാക്കി എടുത്തിന്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിനെ മത്തൻ കറി ഇതിക്കാണ്ട് ഒഴിച്ച് കൊടുക്കട്ടോ. മത്തൻ കറി ഒന്ന് ആ കണ്ടൊക്കെ ഒന്നുകൊണ്ട് ഉടച്ച് കൊടുക്കിനില്ലേ, ഒടിച്ച് കൊടുത്തിട്ടില്ല. ഞാനിനി ചട്ടിയിലിട്ടാണ്ട് പതുക്കെ പതുക്കെ ഇതേപോലൊക്കെ ഒന്ന് അങ്ങനെ പതുക്കെ ഒടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ മത്തൻ കറി അവിടെ റെഡി ആയി കിട്ടിയിട്ടോ. കോളിഫ്ലവർ അവിടെ അങ്ങനെ പൊരിച്ചുകൊണ്ട് നിൽക്കണ്ടേ. മീൻ പൊരിയും കഴിഞ്ഞു. ചോറ് പിന്നെ രാവിലെ തന്നെ 8 മണിയാകുമ്പോഴത്തേന് ആവട്ടെ. കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനാകുമ്പോഴത്തേന് ഓൽക്ക് ഉരുളങ്കിഴങ്ങ് പൊരിച്ചതും ചമ്മന്തിയൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കുറച്ച് ബാക്കി അതുകൊണ്ട്. അപ്പോൾ നമ്മളെ കോളിഫ്ലവറും ഇവിടെ പൊരിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.